അനു ഫ്രാൻസിസ് സാമ്പത്തിക വിദഗ്ധ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീമതി അനു ഫ്രാൻസിസ്, ഈ ബജറ്റ് അവതരണത്തിന് ഇറങ്ങുന്നതിന് കുറച്ചു മുൻപ് ധനമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ നാം അതിജീവിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ബജറ്റിന് മുന്നോടിയായി പങ്കുവയ്ക്കാനുള്ളത്. നോക്കൂ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, അങ്ങനെ ഒരു വ്യവസ്ഥ തന്നെ ഇപ്പോൾ ഉണ്ടോ എന്ന ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. കാരണം ഞങ്ങൾ കടക്കണിയിലാണ്, കൂടുതൽ കടം തരൂ, കേന്ദ്രം അവഗണിക്കുന്നു, ഇത്തരം വാക്കുകളിലൂടെ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സർക്കാർ ഇരുട്ടി നേരം വെളുത്തപ്പോൾ സാമ്പത്തിക ഭദ്രതയിൽ അതിജീവിച്ചു മുന്നേറുന്നു, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ബജറ്റ് എത്ര കണ്ട് പ്രായോഗികമാണ് സംസ്ഥാന സർക്കാരിൻ്റെ, സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ? ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും കേരളം ഉറ്റുനോക്കിയിരുന്ന കുറച്ച് ക്ഷേമ പദ്ധതികളുടെ അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു. അതായത് ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് ഉള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മൾ ഇലക്ഷൻസ് വരുവാണ്, 2026 അസംബ്ലി ഇലക്ഷൻസും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഈ വർഷം നടക്കാനിരിക്കെ നമ്മൾ കുറച്ചും കൂടി ക്ഷേമം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ലെവലിലുള്ള ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നാൽ എടുത്ത് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ഇല്ല എന്ന് മൊത്തത്തിൽ ഈ ഒരു ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, കുറച്ച് നല്ല പദ്ധതികളും കൂടി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പറയുന്ന ടൂറിസത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹെൽത്ത് ടൂറിസം ഹബ്ബ് കൊണ്ടുവരുന്നു. കെ ഹോംസ്, അതായത് നമ്മളിപ്പോ ഒത്തിരി വീടുകൾ വെറുതെ കിടക്കുന്നത് ഒരു പൈലറ്റ് ലെവലില് ചില സ്ഥലങ്ങളിൽ, മേജർ ആയിട്ടുള്ള ടൂറിസം ഹബ്ബുകളിൽ ഒരു പൈലറ്റ് എന്നുള്ള നിലവിൽ ഒരു കെ ഹോംസ് പദ്ധതി, അതായത് ആൾക്കാർക്ക് ഒരു വരുമാന മാർഗവും കൂടി ആകുന്ന രീതിയിൽ വേക്കന്റ് ആയിട്ടുള്ള ഹൗസുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു പദ്ധതി പറയുന്നുണ്ട്. മൈസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പുതിയ ഹോട്ടലുകൾ, അതായത് അക്കോമഡേഷൻ യൂണിറ്റ്സ് ജനറലി കുറവാണ് കേരളത്തിൽ, എന്നാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പം അക്കോമഡേഷൻ യൂണിറ്റ്സ് കൂട്ടാൻ വേണ്ടി, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഹോട്ടൽസ് തുടങ്ങാൻ വേണ്ടി ഇൻട്രസ്റ്റ് കുറച്ചുള്ള ലോണുകൾ അനുവദിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ലോക കേരള കേന്ദ്രം, ഇതൊക്കെ വെൽക്കം ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. കാരണം ടൂറിസം നമ്മുടെ മേജർ ഒരു റവന്യൂ ഒരു റിസോഴ്സ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന സ്റ്റേജ് കാരേജിന്റെ ടാക്സ് 10% കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകളെ കൂടുതൽ ആകർഷിക്കാൻ അത് വളരെയധികം ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇപ്പം കേരളത്തിലാണെങ്കിലും നമ്മുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നയങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ടാക്സ് കുറയ്ക്കുന്നതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം നമ്മളിപ്പം കൺജഷൻ കൂടുവാണ്, ട്രാഫിക് ഒരുപാട് കൂടുന്നുണ്ട് എല്ലായിടത്തും. അർബനൈസ്ഡ് ആകുന്നതനുസരിച്ച് കേരളം ഒരു എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു 90% അർബനൈസ്ഡ് ആണെന്ന് തന്നെ പറയാം. ഒരു റൂറൽ, ഒരു അർബൻ ഒരു ട്രാൻസിഷൻ ഒന്നും കാര്യമായിട്ട് കേരളത്തിൽ ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇങ്ങനത്തെ നമ്മൾ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു സ്റ്റേജ് കാരേജിന്റെ ടാക്സ് കുറയ്ക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വിഴിഞ്ഞം ഒരു മേജർ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളത്, അതായത് വിഴിഞ്ഞത്തിനെ ഒരു സെന്റർ ആക്കി നിലനിർത്തിക്കൊണ്ട് അതിനോട് ചേർന്ന്, അതായത് കൊല്ലം പുനലൂർ വിഴിഞ്ഞം ഒരു ട്രയാങ്കുലർ എക്കണോമിക് ഹബ്ബ് കൊണ്ടുവരുന്നു. അതുപോലെ ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഡെവലപ്മെന്റ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അതായത് എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ലോജിസ്റ്റിക്സ് അല്ലെ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് കുറെ കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചിന്ത ഈ ഒരു ബഡ്ജറ്റിൽ പോയിട്ടുണ്ട്. കാരണം അത് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ്, നടക്കട്ടെ, നടപ്പിലാകട്ടെ. പക്ഷെ കഴിഞ്ഞ ബജറ്റിൽ, അതിന് മുൻപത്തെ ബജറ്റിൽ, ഇപ്പോൾ ഉൾനാടൻ ജലഗതാഗത പദ്ധതി അടക്കം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ചതാണ്. എവിടെ എത്തി എന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രഖ്യാപനം ഒരുതരം പൊടിയിടലാണല്ലോ, കണ്ണിൽ പൊടിയിട്ട് മുന്നേറാനുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ കുറ്റപ്പെടുത്തിയത് ഒരു ഗുഡ് ബൈ ബജറ്റ് ആണെന്നാണ്. ഇറങ്ങിപ്പോകാൻ പോകുന്ന സർക്കാരിന് പറഞ്ഞു വെച്ചിട്ട് പോകാവുന്ന കുറേ പ്രഖ്യാപനങ്ങളുണ്ട് എന്ന്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയല്ലേ? അതായത് വാക്കുകളിൽ ഒതുങ്ങുന്ന ബജറ്റുകൾ. എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? കഴിഞ്ഞ ദിവസം ഒരു വകുപ്പ് സെക്രട്ടറി ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞതായി ഇന്നലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ വായിച്ചു.
അതായത് നമ്മുടെ സംസ്ഥാനം ഒരു പദ്ധതി പ്രഖ്യാപിച്ച് അത് നടപ്പിലാകണമെങ്കിൽ 10 മുതൽ 12 മാസം വരെ കാലയളവ് അത് തുടങ്ങാൻ, നടപ്പിലാവുകയല്ല, നടപ്പിലാകുന്നതിൻ്റെ തുടക്കത്തിന് വേണ്ടി വരുന്നു എന്നാണ്. ഭരണാനുമതി, സാങ്കേതികാനുമതി, മറ്റനുമതികളൊക്കെ നേടി വരുമ്പോഴേക്കുമാകും. പക്ഷേ മറ്റു ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞതാണ്, മറ്റു ചില സംസ്ഥാനങ്ങൾ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ഒക്കെ ഇട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയ ശേഷമാണ് അതിലേക്ക് വരുന്നതെന്നും 1-2 മാസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ നടപടികളിലേക്ക് പോകും എന്നുമാണ്. അപ്പം നമ്മൾ ഇനിയും കൃത്യമായൊരു ചുവടുവെപ്പ് നടത്താതെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, കൂടുതൽ കടത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതല്ലേ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? ഒരു രീതിയിൽ അതൊരു പ്രതിസന്ധിയാണ്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ നിക്ഷേപങ്ങൾ കൂട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഒരുക്കണം. ഇപ്പം ഇന്ന് ധനമന്ത്രി പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ 1ാമതാണ് കേരളം എന്ന്. പക്ഷേ എന്നാൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പൊ നിക്ഷേപം കൂട്ടാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ, ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ റെഗുലേറ്ററി റിഫോംസ് ഒരുപാട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ടാക്സ്, ഈ പറയുന്ന ടാക്സ് അല്ല, ലീഗൽ കംപ്ലയൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന ബിസിനസ്സുകൾക്ക് കൂടുതൽ, നിക്ഷേപകർക്ക് കൂടുതൽ ഈ പെട്ടെന്നുള്ള ഈ അപ്രൂവൽസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഇൻ പ്ലേസ് കൊണ്ടുവരും എന്ന്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പം ജൻ വിശ്വാസ് ബില്ല് പോലത്തെ കാര്യങ്ങൾ, രണ്ടാമത്തെ ജൻ വിശ്വാസ് ബിൽ 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അത് വളരെ സ്വാഗതാർഹമായ പ്രഖ്യാപനങ്ങളാണ്. അതിന്റെ ഒരു പ്രതിഫലനം കേരള ബഡ്ജറ്റിലും കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം നമ്മളും ഇവിടെ അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ കൂടുതൽ നിക്ഷേപങ്ങൾ വരത്തുള്ളൂ. ലാൻഡ് ഒരു മേജർ ഇഷ്യൂ ആണ്. ലാൻഡ് പൂളിങ്ങും പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിലും അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ലാൻഡ് പൂളിംഗ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുകളുടെയും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെയും കീഴിലുള്ള സ്ഥലം നിക്ഷേപകർക്കായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടി നമുക്കൊരു ക്ലാരിറ്റി വേണം. എങ്ങനെയാണ് ഇത് ഇവർ കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത്? ലാൻഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ പരിഹരിക്കും? ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിക്ഷേപകരെ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിലവിൽ ഇപ്പം ഞാൻ കുറെ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സ്ത്രീകളെ കൂടുതലായിട്ട് ഇപ്പം ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കേരളത്തിൽ കുറവാണ്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നിലവിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫാക്ടറീസ് നിയമങ്ങളിൽ രാത്രിയിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. എന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ ഇപ്പോഴും ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പോളിസി ലെവലായിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവന്നാൽ മാത്രമേ കൂടുതൽ നിക്ഷേപകരെ നമുക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കൂടുതൽ ആൾക്കാർക്ക് വരാനായിട്ട്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നയത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കണം. ആ ഒരു റെഗുലേറ്ററി കംപ്ലയൻസസ് കുറയ്ക്കണം പറഞ്ഞതുപോലെ തന്നെ. അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ ഒരു ബഡ്ജറ്റ് അതിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ ചില ഇടയ്ക്ക് കുറച്ച് പ്രഖ്യാപനങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പക്ഷെ അതിനെ കുറച്ചും കൂടെ എനിക്കൊന്ന് ഇരുത്തി നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഇതിനെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഇംപ്ലിമെന്റ് ആവുള്ളൂ. ശരിയാണ്, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാമ്പ് കടി മരണങ്ങൾ ഒഴിവാക്കാൻ 25 കോടി എന്ന് പറയുന്നു. അപ്പോൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചിന്തിക്കും, 25 കോടിയൊക്കെ ഈ പാമ്പുകടി മരണങ്ങൾ ഒഴിവാക്കും, അതെങ്ങനെയാകും? ആകാംക്ഷ ഓരോരുത്തരിലും ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി.